ഹലോ എവ്രി വൺ. അപ്പോൾ ഞങ്ങൾ വണ്ടി കിട്ടിയിട്ട് ഫസ്റ്റത്തെ യാത്രയാട്ടോ ഇത്. വേറെ എവിടേക്കുമല്ല, ഊട്ടിയിലേക്കാണ് പോകുന്നത്. ഊട്ടിയിലേക്ക് മാത്രമല്ല, ഊട്ടിയിൽ നിന്നൊരു 30 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ കൊത്തഗിരി എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് കേട്ടോ. അവിടത്തേക്ക് കൂടിയിട്ടാണ് ഞങ്ങളുടെ യാത്ര പോകുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഞങ്ങളുടെ മുഖത്തുണ്ട് കേട്ടോ. പുതിയ വണ്ടിയിൽ ഫസ്റ്റ് ഊട്ടിയിലേക്ക് പോകുന്ന ഈ റൂട്ട് തന്നെ അടിപൊളിയല്ലേ. എങ്ങും നോക്കിയാലും പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കും ഹസ്ബൻഡിനും ഒരുപോലെ ഇഷ്ടമാണ് യാത്ര എന്ന് പറയുന്നത്. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ പോയി കാണണം തന്നെയാണ് കേട്ടോ. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെ ആയിരിക്കും. എന്താ പറയുക, ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് യാത്ര പോകാനൊക്കെ ഇഷ്ടമാണോ? ഇതുപോലത്തെ പച്ചപ്പുള്ള പ്രദേശത്തോട് യാത്ര പോകാനാണോ, അല്ലെങ്കിൽ സിറ്റി പോലത്തെ പ്ലേസിൽ യാത്ര പോകാനാണോ ഇഷ്ടം നിങ്ങൾക്ക്? എനിക്ക് ഈ ഒരു ടൈപ്പ് യാത്രയാട്ടോ ഇഷ്ടം. ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാട്ടോ. ഞങ്ങൾ ഏകദേശം 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ഫുഡും എടുത്തിട്ടുണ്ട് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ, ഞങ്ങൾ പറ്റിയൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കലാന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഊട്ടിയിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ, അതിന് മുന്നേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ ട്രാവലിന് ശേഷം ഞങ്ങൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ടേനു. അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി. പിന്നെ ഊട്ടിയിൽ മെയിനായിട്ട് കിട്ടുന്നതല്ലോ ഈ ചോളം, ഈ സ്വീറ്റ് കോണ്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് അവിടുന്ന് പുഴുങ്ങിയിട്ട് കിട്ടുമല്ലോ, അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അതും വാങ്ങിച്ച് അതും കഴിച്ചിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടേനും. ഈ ഒരു ടൈമിൽ ചെറുതായിട്ട് മഴയും ഉണ്ടേനും, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടേനും കേട്ടോ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല ഈ ഒരു മെയ് മാസത്തിൽ അവിടെ നല്ല തണുപ്പുണ്ടാവും എന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമിലാട്ടോ ഊട്ടിയിലേക്ക് വന്നത്. പിന്നെ അതിനുശേഷം ഊട്ടി ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അതായത് ഇപ്പോൾ ഏകദേശം 7 വർഷത്തിന് ശേഷം കേട്ടോ ഞങ്ങൾ ഊട്ടിയിലേക്ക് വീണ്ടും പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒന്നിച്ചിട്ട് ഹൈസിയും ഉണ്ട്, അതുപോലെ തന്നെ മാഷാഅല്ലാഹ് ഞങ്ങൾ വണ്ടിയും ഒന്നിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ജേണി തന്നെയെന്ന് പറയാം കേട്ടോ ഇത്. ഞങ്ങൾ നേരെ പിന്നെ ഊട്ടിയിൽ നിന്ന് കൊത്തഗിരിയിലേക്കാട്ടോ പോകുന്നത്. കൊത്തഗിരിയിലേക്ക് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ കൊത്തഗിരിയിൽ മെയിനായിട്ട് കാണാനുള്ളത് ഒരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ അവിടത്തേക്ക് പോകുന്ന വഴിയാട്ടോ അടിപൊളി. ആ ഒരു ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഡ്രൈവാണ് ഏറ്റവും അടിപൊളി. ഇവിടെ മെയിനായിട്ടുള്ളത് തേയിലത്തോട്ടം തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ ടീ എസ്റ്റേറ്റ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയൊരു ഏക്കർ എന്ന് വേണമെങ്കിൽ പറയാം, ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ ഒരു തേയില കൃഷി തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ആ ഒരു ടീ എസ്റ്റേറ്റിന് ഓരോ ഗേറ്റ് ഉണ്ട്. ഗേറ്റ് 1 to 30 വരെ ഉണ്ടായിരുന്നു. അത്രയും വൈഡായിട്ട് അവർ അത് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രൈവ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് ക്യാമറയിലൂടെ കാണിക്കാൻ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത്രയും അടിപൊളിയാണ്. ഈ ഒരു ടൈമിൽ തന്നെ ഐസ് നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് കേട്ടോ ബാക്കിൽ നിന്ന്. പിന്നെ ആൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, ഞങ്ങളുടെ കാഴ്ചകളും കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് നേരത്തെ അല്ല അടിപൊളി യാത്രയ്ക്ക് ശേഷം ഇതാ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കൊത്തഗിരിയിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ആ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഡക്കൻ വാലി റിസോർട്ട് എന്നാട്ടോ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ പേര് വരുന്നത്. ഇവിടുന്നും അടിപൊളി വ്യൂ ആണ് ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ. അങ്ങനെ ഇതാ പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകലാന്ന്. ഐസിനിത് ഈ ട്രോളി ബാഗിൻ്റെ മേലെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് റൂമൊക്കെ ഉണ്ടായത്, മേലെ ഇല്ല കേട്ടോ. ഈ ഒരു ഫ്ലോർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ തന്നെ ഞങ്ങളുടെ റൂമിൻ്റെ ആ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ റൂം വരുന്നത് 101. നല്ല വ്യൂ ആ.
വണ്ടി അതവിടെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ കോടനാട് വ്യൂ പോയിന്റ് വരുന്നത്. ഇതാ അവിടെ അങ്ങ് കാണുന്നുണ്ട്, അത് തന്നെയാണ് കേട്ടോ വ്യൂ പോയിന്റ് വരുന്നത്. ഈ റിസോർട്ടിന് അടുത്താണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് അവിടത്തേക്ക് പോവാം. അഡൽട്ടിന് 30, ചിൽഡ്രന് 10 റുപ്പീസ്. ഈസി 4 വയസ്സായതുകൊണ്ട് ഇല്ല, 2 അഡൽട്ടിൻ്റെ ടിക്കറ്റ് എടുത്തേ. ഈ റിസോർട്ടിൽ നിന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ ഇവിടത്തേക്ക്. മെയിനായിട്ട് ഇവിടെ ഈ പോകുന്ന ഡ്രൈവ് തന്നെയാണ്, ഡ്രൈവ് ചെയ്ത പ്ലേസ് തന്നെയാണ് മെയിനായിട്ട് കാണാനുള്ളത്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഊട്ടിനേക്കാളും ഇരട്ടി തണുപ്പാട്ടോ ഇവിടെ. അത്രയും ഭയങ്കര തണുപ്പായിരുന്നു. ഈ ഒരു ടൈം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഒരു 6 മണിക്ക് ശേഷമാട്ടോ ഞങ്ങൾക്കത് ശരിക്കും മനസ്സിലാകാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇതൊരു കുന്നിൻ്റെ മേലുള്ളൊരു പ്ലേസ് അല്ലേ, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ ഇത്രയും തണുപ്പ്. ഇതാട്ടോ വ്യൂ പോയിന്റ് എന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല വേറെയും ഒരു പ്ലേസ് കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കാം. കുട്ടികൾക്കുള്ള കുറച്ച് ആക്സസറീസ് ഒക്കെ ഉള്ള ഷോപ്സ്. ഇവിടുന്ന് എന്താ കുറച്ച് ദൂരാട്ടുള്ളൂ ഞങ്ങളുടെ റിസോർട്ടിലേക്ക്. മ്യൂസിയം ഒന്നും ഇവിടെ കേട്ടോ. ഇതും വ്യൂ പോയിന്റ് ഒരു ഭാഗാട്ടോ ഈ കാണുന്നതും. ഇത് ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്, അടിപൊളിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെ കണ്ടില്ല കുറേ ആൾക്കാർ, അവിടെ നിന്ന് ഞങ്ങൾ വരുന്നവരെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ ആയിരുന്നു. അത്രയും എന്താ പറയുക, ഭയങ്കര റഷ് എന്ന് പറയാനില്ല, എന്നാലും ആൾക്കാർക്ക് വരും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളും അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് ശേഷം വേറെ എവിടെയും അങ്ങനെ ഇവിടെ കാണാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ എന്താ പറയുക, അതുപോലെ തന്നെ ഒരു സിറ്റി പോലത്തെ ഒരു പ്ലേസും അല്ലല്ലോ ഇത്. പിന്നെ ഇവിടെ ഒരു 6 മണി ഒരു 6:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം എല്ലാവരും ഉറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ടാവുമല്ലോ, അവിടെ തന്നെ കേട്ടോ പോയത്. വേറെ ഹോട്ടലോ കാര്യങ്ങളോ അങ്ങനെ മെയിനായിട്ടൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഞങ്ങൾ ജാക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇത്രയും തണുപ്പ് ഞങ്ങൾ പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ, മെയ് മാസം ആയതുകൊണ്ട് തന്നെ. പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ടേനു, പക്ഷെ കുഴപ്പമില്ല. ചപ്പാത്തി ചിക്കൻ കറി. ഞാൻ എടുക്കട്ടെ. നല്ല പുക പോകുന്നുണ്ട്. ഇപ്പം എന്താണ് ഏതായാലും ചൂട് കളിയുന്നതിന് മുന്നേ ഇതുവേ ഫിനിഷ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയി ഉറങ്ങുക കേട്ടോ ചെയ്തത്. വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു കൊത്തഗിരി വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഊട്ടിയിലെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.